ഹായ് ബബ്ലൂസ്. ഹായ് ഫ്രണ്ട്സ്. നിങ്ങളുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ എവിടെയാണ് ബബ്ലൂസ്? മൈസൂരാണ് നിൽക്കുന്നത്. ഞങ്ങൾ മൈസൂരാണ്. ആദ്യമായിട്ടാണ് മൈസൂർ വരുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈം ആണ് കേട്ടോ മൈസൂർ. മൈസൂർ എങ്ങനെ ഉണ്ടായിരുന്നു ബബ്ലൂസ്? എന്നാലും മൈസൂർ വന്ന് ഞങ്ങൾ ഒരുപാട് പാടുപെട്ടു കേട്ടാ. അന്നേരം ബാക്കി കഥകളൊക്കെ നമുക്ക് പിന്നെ പറയാം. എന്നാൽ ഇപ്പൊ നമ്മളെ എക്സിക്യൂട്ടീവുമായിട്ട് നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്തോ ബബ്ലൂസ്? ഫസ്റ്റ് എനിക്കൊരു ചായ കുടിക്കണം. അതൊരു അടിപൊളി ചായ കുടിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കാണാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മള് പാലസിൽ പോകും. ആദ്യം പോകുന്ന പാലസിലാണ് കേട്ടോ. അടിപൊളിയാണ്. ഇന്നലെ ജസ്റ്റ് ഒന്ന് വന്നപ്പോ ഞങ്ങൾ കണ്ടതാ. ഭാഗത്തോട്ടൊന്നും കയറിയില്ല. ഇങ്ങനെ റോഡേ കൂടെ വന്നപ്പോ കണ്ട്. എന്റെ പൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. അപ്പൊ ഇനി ബാക്കി കാഴ്ച നമുക്ക് നേരിട്ട് കാണാം. നമുക്ക് ഇവിടുത്തെ ഫേവറേറ്റ് ദോശയും ഇഡ്ഡലിയൊക്കെ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. എവിടുത്തെ? മൈസൂരിൽ. ഒരു കുഞ്ഞു ദോശക്കടയുണ്ട്. 100,000 ആൾക്കാർ. സ്പെഷ്യലാണ് കേട്ടോ. സ്പെഷ്യൽ സാധനങ്ങളാണ്. സ്പെഷ്യലാണ്. എന്താ ഇഷ്ടപ്പെട്ടില്ല? കഴിച്ചു നോക്കിയാൽ ധൈര്യമായിട്ട് കഴിച്ചു. പൂരി ഉണ്ട്, എല്ലാ സാധനവും. ഏതെടുത്താലും ടേസ്റ്റ്. പൂരി വേണം. പൂരി പൂരി ഉണ്ട്. നിനക്കെന്തോ ഉണ്ട്? എന്തോ ദോശ. പിന്നെ എരിവാണ്. ഭയങ്കര എരിവ് കേട്ടോ. ഭയങ്കര എരിവും ഭയങ്കര ടേസ്റ്റ്. ഈ ചുമന്ന ബബ്ലൂസിന് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? പൂരി ഭാജി അടിപൊളി. ബബ്ലൂസിന് ആ ചാറ് വെച്ച് ഇഷ്ടപ്പെട്ടില്ലല്ലേ? ഞാൻ അമ്മച്ചി ഉണ്ടാക്കിയെടുക്കുന്ന പരിപ്പ് കൂടെ എവിടുത്തെ ബബ്ലൂസേ നമ്മളെവിടെയാണ്? ഇപ്പൊ നമ്മളെവിടെയാണ്? മൈസൂരിലെ മൃഗശാലയുടെ ഫ്രണ്ട്. മൃഗശാലയെന്ന് എഴുതിയേക്കുന്ന അവിടെ അല്ലേ? മൈസൂരിലെ എന്തോ പറയുന്നെന്തോ വെക്കാൻ പാടില്ല. വണ്ടി മാറ്റാൻ. ബൈക്ക് മാറ്റണം. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ റോങ് ആണെന്ന്. കിതറ ഉതറ എന്തോ ബ്ലൂസേ? ഇത് നമ്മുടെ മൈസൂരിലെ മൃഗശാലയാണ്. മൃഗശാലയുടെ ഫ്രണ്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിന്റെ അകത്ത് കയറാൻ ഉദ്ദേശിക്കുന്നില്ല. നല്ല തിരക്കുണ്ട്. എന്താ ഇതിന്റെ അകത്ത് നമ്മൾ കയറുന്നില്ല അല്ലേ? ഞങ്ങൾ കയറുന്നില്ല. നമുക്ക് സമയമില്ലാത്ത കയറണമെങ്കിൽ പിന്നെ ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യണം അല്ലേ? അതെ, അത് കാരണം നമ്മൾ ഇവിടുന്ന് പോവാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിന്റെ അകത്ത് നമ്മുടെ വണ്ടി അപ്പുറത്ത് വെച്ചേക്കുവാണ്. നമ്മളെങ്ങോട്ടാ ബബ്ലൂസ പോകുന്നത്? പാലസിലേക്ക് പോവാണ്. നമ്മൾ പാലസിലേക്ക് പോവാണ് കേട്ടോ. ഞങ്ങളുടെ വണ്ടി അവിടെ വെച്ചേക്കുവാണ്. ഇവിടെ പാർക്കിംഗ് ഒന്നും ഇല്ല. ഇതില് ഗോവയിൽ ഞങ്ങൾക്ക് സംഭവിച്ച പോലെ സംഭവിക്കും. അന്നേരം ഒരു കുഴപ്പമില്ല കേട്ടോ. അവിടെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്. ഹായ് ബബ്ലൂസ് എന്തുവാ കയ്യിലിരിക്കുന്നത്? എപ്പോഴും നമ്മൾ മൈസൂർ പാക്ക് എന്ന് കേൾക്കത്തില്ല. ഇതാണ് മൈസൂർ പാക്ക് എടുത്താ ബബ്ലൂസ് അങ്ങ് എടുത്തല്ലേ? ഒരു ബോക്സിന് 100 രൂപ. എന്ത് കണ്ടു കഴിഞ്ഞാലും ബബ്ലൂസ് അങ്ങ് എടുത്തേക്കോ. എന്ത് കണ്ട് എടുക്കത്തില്ല. മൈസൂർ വന്ന മൈസൂർ പാവ് എടുത്തില്ലെങ്കിൽ പാവല്ല. മൈസൂർ പാക്ക് എടുത്തില്ല പിന്നെ എന്തിനാ വന്നത്? എന്തെങ്കിലും ആവട്ടെ. എന്തായാലും ഒരെണ്ണം എടുക്കുക കേട്ടാ. അങ്ങനെ നമ്മള് പാലസ് കാണാൻ പോവല്ലേ സുറേ? അങ്ങനെ നമ്മൾ പാലസിലേക്ക് പോയിക്കൊണ്ടിരിക്കുവോ? മൈസൂർ പാലസ് അല്ലേ? ഈ പാലസിന് വേറൊരു പേരുണ്ടല്ലോ ബബ്ലൂസേ. അത് എന്തോന്ന് അറിയത്തില്ല. നോക്കണം.
ഇപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് അറിയാം അല്ലേ എന്താണ് പേരെന്ന്. പാലസ് പാലസ് എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത്. മൈസൂർ പാലസ്. മൈസൂർ പാലസ് ഭയങ്കര സംഭവം തന്നെയാണ്. ഏതാണ് സംഭവം? അതാണ് കുതിരയൊക്കെ കിടക്കുന്നുണ്ട്. ഫുള്ള് കുതിര സവാരി. അടിപൊളി സംഭവമാണല്ലേ. എൻട്രൻസ് എവിടെ? അതിൻ്റെ എൻട്രൻസ് അതിലാണ്. പാലസാണോ ഇത്? ഇത് പാലസാണ്. അതല്ലേ പാലസല്ലേ? ലെഫ്റ്റ് സൈഡ് ആ സാറിനോട് सर पैलेस है सर. हाँ ओके താങ്ക് യു. വണ്ടിയുടെ നമ്പർ നോക്കുന്നേ. കേരള പുള്ളി. എങ്ങനെ നമ്മൾ മൈസൂർ ടൗണിലൂടെ പാലസിലേക്ക് പോകുമല്ലോ. ഈ ഒരു മരം കണ്ടോ? മൈസൂർ സ്ട്രീറ്റ്. ബസ് സ്റ്റാൻഡ് അല്ലേ? ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിലേക്കാണോ പോണോ? ഇങ്ങോട്ട് വരാൻ പാടില്ല. അപ്പുറത്തോടെ കറങ്ങി ചെല്ലണമെന്നാ പറഞ്ഞത്. നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് വന്നു കേട്ടോ കറങ്ങി. അറിയാൻ മേലാതെ തോന്നുന്നു കയറിയതാണ് കേട്ടോ. ഒരു തമ്പുരാട്ടിനെയും കൊണ്ട് പോകണം പാലസിലേക്ക്. കുതിര സവാരി. ഇവിടെയൊക്കെ സ്കൂളിൽ പോകണ കുതിരയിലാണ് കേട്ടോ. ഹൈ 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 ഹൈ. ഇതാണ് ഇവിടെ വേണ്ടത്. ഇല്ലല്ലോ, അങ്ങനെയാണോ? ആള് കണ്ടല്ലേ? ഇതൊന്നുമില്ല. വണ്ടിയായിട്ടൊക്കെ ഇറങ്ങുന്നത്. പേരാപ്പാറ. എനിക്കിതിലൊന്ന് കയറണേ. അങ്ങനെ നമ്മൾ പാലസിലെത്തി കേട്ടോ.
എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.